നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, നന്ദി കർത്താവേ, നന്ദി. അതേ കർത്താവ്, ഞങ്ങൾ പാടിയതുപോലെ മണവാളൻ ഒരുവൻ മാത്രം 10,000-ങ്ങളിൽ അതിസുന്ദരനായ ഞങ്ങളുടെ കർത്താവ്, ആ കർത്താവിനെ വീളി കഴിക്കുവാനുള്ള നാഴിക കർത്താവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവെ, ഞങ്ങളെ ഒരുക്കത്തോടായിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കർത്താവെ തുടർന്നും വെളിപ്പാട് പുസ്തകത്തിലെ കർത്താവെ പല പല വാക്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ ബാബിലോണിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും, അതിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അതിൻ്റെ മ്ലേച്ഛതകളെക്കുറിച്ചും നികൃഷ്ടതകളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ കർത്താവെ ധ്യാനിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ എത്രമാത്രം ജാഗ്രതയോടെ ഞങ്ങളുടെ ജഡത്തിലുള്ള ആ ബാബിലോണിൻ്റെ ആത്മാവിൽ നിന്ന് കർത്താവെ ഞങ്ങളെ എത്രയധികം ശുദ്ധീകരണം പ്രാപിക്കണമെന്നുള്ള വലിയൊരു ദാഹത്തോടെ നുറുക്കത്തോടായിരിക്കാൻ കർത്താവെ, എത്ര വഞ്ചനയുള്ള ഒരു ജഡമാണ് കർത്താവെ, എത്രമാത്രം ലോകത്തോട് പറ്റിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ജഡമാണ് ഞങ്ങൾക്കുള്ളതെന്ന് അറിഞ്ഞ് കർത്താവെ, ഞങ്ങളിലുള്ള ബാബിലോണിൻ്റെ ആത്മാവിനെ എല്ലാം കർത്താവെ ആത്മാവിൻ്റെ ജഡത്തിൻ്റെയും കൽമഷങ്ങളെല്ലാം കഴുകി വെടുപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവെ ഒരുങ്ങി നിൽപ്പാൻ, കർത്താവെ വേളി കഴിപ്പാനായിട്ട് കർത്താവെ ആ മണവാട്ടി വിശുദ്ധീന അലങ്കാര വസ്ത്രം ധരിച്ച് ഒരുങ്ങി നിൽക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ആത്മമണവാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരുങ്ങി നിൽപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണമേ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം 17 അധ്യായം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഓരോ അധ്യായം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു അത്ഭുതം മാതിരിയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് പോകുന്നത്. വെളിപാട് 17 അധ്യായം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനിയിപ്പം 18, 19, 20, 21, 22 അധ്യായങ്ങൾ. വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ പേസൊക്കെ അത്ര സ്ലോ ആയിരുന്നപ്പോൾ കർത്താവ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം ധ്യാനിച്ച് തീർക്കാൻ പറ്റുമോ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് വെളിപാട് പുസ്തകം 17 അധ്യായത്തിൽ നമ്മൾ ബാബിലോണിന്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചും ആ ബാബിലോണിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ആ രാഷ്ട്രീയക്കാർ തന്നെ അവസാനം അവളെ നാമാവശേഷമാക്കി കളഞ്ഞു. നമ്മുടെ വെളിപാട് 17 അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ആ 10 കൊമ്പും 10 കൊമ്പെന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാരാണ്, 10 രാഷ്ട്രതലവന്മാരാണ്. ആ 10 രാഷ്ട്രതലവന്മാരാണ് എതിർക്രിസ്തുവാകുന്ന മൃഗത്തിന് അധികാരം കൊടുത്ത് അങ്ങനെ ആ എതിർക്രിസ്തുവിനെ ലോക ഭരണാധികാരിയാക്കി അവരോധിക്കുന്നത്, വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ 10 കൊമ്പുകൾ, അതായത് മൃഗത്തിന്റെ 10 കൊമ്പുകൾ. മൃഗമാണ് എതിർക്രിസ്തു. മൃഗത്തിന്റെ പുറത്താണ് ഈ ബാബിലോൺ കയറിയിരിക്കുന്നത്. ബാബിലോൺ ആകുന്ന മഹാവേശ്യ, വേശ്യകളുടെ മാതാവ് കയറിയിരിക്കുന്നത്. അപ്പോ 16-ാമത്തെ വാക്യത്തിൽ നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച്, ഇത് ക്രിസ്തുവും പിന്നെ ഈ 10 രാഷ്ട്രത്തലവന്മാരും പ്രസിഡന്റുമാരോ പ്രൈം മിനിസ്റ്റർമാരോ ഏതാണെന്ന് വെച്ചാൽ അവരൊക്കെ ഈ വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അതായത് മാംസം തിന്നുകളയും, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീ കൊണ്ട് അങ്ങ് ദഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവിടെ അങ്ങ് നാമാവശേഷം എന്നൊക്കെ പറയാൻ നാമം മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിൽ ആ ഒരു അപ്പോൾ ഈ ഒരു വെളിപാട്, ഈ ബാബിലോണിന്റെ ജഡ്ജ്മെന്റ് കാണുമ്പോൾ നമ്മളെ വിശ്വാസികളായിട്ടുള്ള നമ്മളുടെ പ്രതികരണം എന്തായിരിക്കണം? അയ്യോ പാവം, അയ്യോ കഷ്ടമായി പോയി, ഇങ്ങനെ സംഭവിക്കരുതായിരുന്നല്ലോ എന്നാണോ? അല്ല, മറിച്ച് ഹല്ലേലൂയ എന്നാണ് നമ്മൾ പറയണ്ടേ. അത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് വെളിപാട് 19-ാം അധ്യായത്തില് ഹല്ലേലൂയ 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 എന്ന് 6 തവണ, പുതിയ നിയമത്തില് 6 തവണ ഈ ഹല്ലേലൂയ എന്നുള്ള വാക്ക് വരുന്നുള്ളൂ. പഴയ നിയമത്തില് പ്രൈസ് ദ ലോർഡ് എന്നുള്ള അർത്ഥത്തില് എബ്രായ ഭാഷയിൽ അനേക തവണ സങ്കീർത്തനങ്ങളിലും ഒക്കെ ആയിട്ട് ഹല്ലേലൂയ എന്നുള്ള വാക്കുണ്ടെന്ന്. പുതിയ നിയമത്തില് ഹല്ലേലൂയ എന്നുള്ള വാക്ക് അത് വെളിപാട് പുസ്തകത്തിൽ മാത്രമേ വരുന്നുള്ളൂ. അതും വെളിപാട് 19-ാം അധ്യായത്തിൽ മാത്രമേ വരുന്നുള്ളൂ. അതും വെളിപാട് 19-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിലാണ് അത് വരുന്നത്. 4-ാമത്തെ വാക്യം മുതൽ നമ്മളവിടെ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈവൻ 3-ാമത്തെ വാക്യം മുതൽ, 3-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ എന്നുള്ള വാക്ക്, 1-ാമത്തെ വാക്യം മുതൽ 1-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ എന്നുള്ള വാക്കുണ്ട്. ഹല്ലേലൂയ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, പിന്നെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം എന്തിനാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ
അവിടെ നമ്മൾ ഈ ബാബിലോണിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഹല്ലേലൂയ എന്ന് ഒന്നാമത്തെ വാക്യത്തിൽ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യാ എന്ന് പറഞ്ഞാൽ യാഹ്വേ, ഹല്ലേലൂയ യാഹ്വേ, ജഹോവ അല്ലെങ്കിൽ യാഹ്വേ. അതാ ഹാലേൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്തുതി ശബ്ദമാണ്. ഉ എന്ന് പറഞ്ഞാൽ ടു ദ, ഹാലേൽ ഉ യാ, പ്രൈസ് ടു ദ ലോർഡ് എന്നാണ് എൻ്റെ വാക്കിനർത്ഥം. ഇന്ന് പലരും അതിൻ്റെ അർത്ഥം പോലും അറിയാതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് എന്തൊക്കെയോ ആൾക്കാരിങ്ങനെ ഒരു വൃഥാജൽപ്പന മാതിരി മീനിങ്ലെസ് റെപ്പറ്റീഷനായിട്ട് പലരും കർത്താവ് മീനിങ്ലെസ് റെപ്പറ്റീഷൻ അർത്ഥം കൂടാത്ത ജൽപ്പനങ്ങൾ ആയിരിക്കരുതെന്ന് മത്തായി 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പോലും ശരിക്കും അറിയാതെ വെറുതെ ഹല്ലേലൂയ എന്തോ ഒരു അന്യഭാഷ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ തുള്ളിച്ചാടി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കുറേ പറയുമ്പോൾ തെറ്റി എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതിൻ്റെ അന്യഭാഷയെന്ന് പറയും. ഇന്ന രീതിയിലുള്ള അധപ്പതിക്കുന്ന രീതിയിലുള്ള പല വ്യാജമായിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴാണ് ഹല്ലേലൂയ പറയേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് എപ്പോഴും കർത്താവിനോട് സ്തോത്രത്തോടെ നമ്മളായിരിക്കണം. എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ സ്തോത്രവും നന്ദിയും ഉണ്ടായിരിക്കണം. എന്നാൽ എസ്പെഷ്യലി കർത്താവിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുകയും കർത്താവിൻ്റെ നാമത്തെ അപമാനിക്കുകയൊക്കെ ചെയ്ത ഈ വേശ്യയായ ബാബിലോൺ, അവളുടെ ന്യായവിധി വരുമ്പം അയ്യോ പാവം കഷ്ടം എന്നല്ല പറയേണ്ട, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ഇപ്പോഴും കർത്താവെ അവിടുത്തെ സമയത്ത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്തുവല്ലോ. അത് അതിൻ്റെ ഞാനിപ്പം 18-ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്പം 19-ന്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കുവാണ്. ബിക്കോസ് ഹിസ് ജഡ്ജ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് റൈച്ചസ് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവന്റെ ന്യായവിധികൾ, ആ 2-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ എൻ്റെ അവസാനം, ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവളുടെ പുക, ഈ ബാബിലോണിന്റെ പുക, ബാബിലോണിന്റെ മേലുള്ള ന്യായവിധി. നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ആത്മാവ് നമുക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണ് കർത്താവിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പോലെ നമ്മളുടെ ചിന്തകൾ പുതുക്കപ്പെടുകയാണെങ്കിൽ നമുക്കും സ്പോണ്ടേനിയസ് ആയിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഹല്ലേലൂയ വരും. ദൈവമേ സ്തോത്രം. എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ ചിന്തകളും ഒക്കെ അങ്ങ് ഒത്തിരി ലോകത്തിൻ്റെതായ ഒരു മാനസികമായ ചില കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മളുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ പറയാൻ തോന്നാത്ത ചില ജ്ഞാനികൾക്കും വിവേകികൾക്കും വരെ ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനായിട്ട് നന്ദി. ഞാൻ എന്നെ വാഴ്ത്തുന്ന പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, ലോർഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, ഐ പ്രൈസ് യു. എന്തിനാ? കുറച്ചു പേർക്ക് മറച്ചു വെച്ചിട്ടുണ്ട്. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, അത് ശരി തന്നെ. പക്ഷെ മറച്ചു വെച്ചതിനും കൂടെ കർത്താവ്, ചിലർക്ക് മറച്ചു വെച്ചിട്ട് കുറച്ച് പേർക്ക് വെളിപ്പെടുത്തി. ജ്ഞാനികൾക്ക് വിവേകൾക്ക് മറച്ചു വെച്ചതിനും നന്ദി കർത്താവേ. അങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദമായതെന്ന് ഞാനല്ല പറയുന്നത്. മത്തായി 11-25-26 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. ലൂക്കോസ് 10 നമ്മൾ അതേ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം മറച്ചു വെച്ചതിനും പിതാവിനെ സ്തുതിക്കുന്നു. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മാനുഷിക ബുദ്ധിയിൽ ഒരാളെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ എങ്ങനെ പറയുന്നതെന്ന് നമുക്ക് തോന്നുന്ന യഥാർത്ഥത്തിൽ ആ ഒരു ബാബിലോണിന്റെ നികൃഷ്ടതയും, അതുകൊണ്ടാണ് നമ്മൾ ആ ബാബിലോണിയൻ സ്പിരിറ്റ് അത്രയധികം നമ്മൾ വെറുക്കി. അത് ബാബിലോണിയൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ലൂസിഫറിന്റെ സ്പിരിറ്റ്, അത് സാത്താന്റെ സ്പിരിറ്റ്, അത് ലോകത്തിന്റെ ആത്മാവ്, അത് ജഡത്തിന്റെ ആത്മാവാണ്, അത് പിശാചിന്റെ ആത്മാവാണ്. ലോകം ജഡം പിശാച്, അല്ലെങ്കിൽ ജഡം ലോകം പിശാചിന്റെ ആ ആത്മാവാണ് ബാബിലോണിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അത് സ്വന്തം കാര്യങ്ങളെ അന്വേഷിക്കുന്ന, സ്വയമേ തന്നെ ഉയർത്തുന്ന, ദൈവത്തിന്റെ പേരെടുത്തുകൊണ്ട് പണത്തിന്റെ പിന്നാലെയും മനുഷ്യമാനത്തിന്റെ പിന്നാലെയും പാഞ്ഞു കുതിക്കുന്ന മഹാവേശ്യയായ ബാബിലോൺ ദ ഗ്രേറ്റ് ഹാർലറ്റ്, ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് ഹാർലറ്റ്സ്. നമ്മൾ 17:5 വെളിപാട് 17:5 അതാ വായിക്കുന്നത്. മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും. ആ ബാബിലോൺ എന്ന് പറയുന്നത് അതൊരു വ്യാജ സഭയാണ്, വ്യാജ ക്രിസ്തു മതമാണ്. യേശുവിന്റെ പേര് പറഞ്ഞുള്ള ഒരു മത സംവിധാനം. അത് ആ ബാബിലോണ് നമ്മൾ അത് കണ്ടു. അത് അവള് മാതാവാണെങ്കിൽ അവൾക്ക് ഒത്തിരി വേശ്യാപുത്രിമാരുണ്ട്. ഇതേ സ്വഭാവമുള്ള വേശ്യാപുത്രിമാരായിട്ടുള്ള ഒത്തിരി വേശ്യാപുത്രിമാരുണ്ട് എന്ന് പറഞ്ഞാൽ അത് റോം എന്ന് പറയുന്ന പട്ടണം 7 മലകളുടെ മേലിരിക്കുന്നു പറയുമ്പോൾ അത് റോമാകുന്ന പട്ടണമാണെന്നും, അപ്പൊ ആ റോമിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയതയുടെ ഒരു അപജയം സംഭവിക്കാൻ ആരംഭിച്ചത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയതയെ ഒരു മതമായിട്ട് സ്വീകരിച്ച് ആ ഒരു റോമനിലെ ദുരാചാരങ്ങളെല്ലാം ഈ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ട് ആവാഹിച്ചു വെച്ച്
അതിനെ അതിനെ എന്തുപോലെ ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇനിയിപ്പോ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ അത് വായിക്കുന്നുണ്ട്. വെളിപാട് 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്ന ഒരു ബാബിലോൺ. അങ്ങനെ ഒരു ബാബിലോൺ, അത് പുറമേ നിന്ന് നോക്കിയാൽ വലിയ വിശുദ്ധിയും വലിയ ലോഹയും അതുപോലെയൊക്കെ കുറെ പപ്പടത്തൊപ്പിയും അതുപോലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കിരീടങ്ങളും ചെങ്കോലോ അതുപോലൊക്കെയുള്ള കുറെ ഫാൻസി ഡ്രസ്സ് മാതിരിയുള്ള കുറെ വേഷവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ വചനത്തെ അപ്പടിയെ കൂട്ടിക്കളയുന്ന, വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന, വചനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു വളരെ കപടമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു നേതൃത്വവും അതിന് ഒശാന പാടുന്ന ഒത്തിരി ആൾക്കാരും ഒക്കെയുള്ള ഒരു വലിയൊരു വ്യാജ സംവിധാനം, അത് റോമിൽ തുടങ്ങി. നമുക്കറിയാം ഇന്ന് റോമിലുള്ള വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന, റോമിലാണ് വത്തിക്കാൻ സിറ്റി ഉള്ളത്. ഇറ്റലിയിലാണ് റോം ഉള്ളത്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റോം. എന്നാൽ ആ റോമിൽ തന്നെ ഉള്ള ഒരു സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി. എന്നാൽ ആ സിറ്റി ഒരു ഉടമ്പടി പ്രകാരം അത് സ്വതന്ത്ര രാജ്യമായിട്ട്, ഒരു പരമാധികാരമുള്ള സ്വതന്ത്ര രാജ്യമായിട്ട് ആയിത്തീർന്നു. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടാണ് പോപ്പ് ഉള്ളത്. അങ്ങനെ ആ റോമൻ കത്തോലിക്ക സഭ എന്നാൽ അത് റോമൻ കത്തോലിക്ക സഭ മാത്രമല്ല, ആ സഭയിൽ നിന്ന് പിന്നെ പോയിട്ടുള്ള ഒത്തിരി പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഭകളും അതേ ലോകത്തിന്റെ ആത്മാവിലേക്ക് അങ്ങ് അധപ്പതിച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല ആ ഒരു സഭാവിഭാഗങ്ങളെല്ലാം അങ്ങനെയുള്ള ഒരു ബാബിലോണിന്റെ ആത്മാവിലേക്ക് അങ്ങ് അധപ്പതിച്ച് കഴിയുമ്പോൾ അതിലുള്ളവരെല്ലാം ബാബിലോണിന്റെ ആത്മാവുള്ളവരാന്നല്ല നമ്മൾ പറയുന്നത്, അതിന്റെ നേതൃത്വം. എന്നാൽ അതിലൊത്തിരി നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി ദൈവഭക്തരായിട്ടുള്ള ആൾക്കാരും വീണ്ടും ജന്മം പ്രാപിച്ച ആൾക്കാരും നമ്മെക്കാളിലും ഒത്തിരി താഴ്മയും വിശുദ്ധിയും ദൈവഭയമുള്ള ആൾക്കാരും ഒക്കെ സഭകളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും. എന്നാൽ അതിന്റെ നേതൃത്വം, അതിന്റെ ലീഡർഷിപ്പ്, അതാണ് ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ബാബിലോണിൽ ഇരിക്കുന്നവരെ അവിടെ തന്നെ ഇരിക്കാനല്ല, അങ്ങനെ ദൈവഭക്തരായിട്ടുള്ള കർത്താവിന്റെ ജനവും ഇതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താ? നമ്മളെപ്പോഴും വീണ്ടും പറയാറുണ്ട്. മത്തായി 18-ന്റെ 4-ാമത്തെ വാക്യത്തില് വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവരുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെയും, വെളിപാട് 18-ന്റെ 4-ാമത്തെ വാക്യമാണ്, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവിൻ. അങ്ങനെയുള്ള ആ സംവിധാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോരണം. അതുപോലെയൊക്കെയുള്ള പല ഇപ്പം തന്നെ ജാതീയമായ പല ആചാരങ്ങളും, ഇപ്പം പള്ളികളിൽ തന്നെയാണ് ഓണാഘോഷം നടത്തുന്നത്. പള്ളികളിലാണ് പല സ്വർണ്ണക്കൊടിമരവും മുത്തുക്കൊടയും ഏതാണ്ടൊക്കെ കുറേ അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള ജാതീയമായ ആചാരങ്ങളും വിഗ്രഹങ്ങളും, അത് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പുണ്യവാളന്മാരുടെയും വിഗ്രഹങ്ങളാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വിഗ്രഹാരാധനയും മധ്യസ്ഥവും കൊന്തയും ജപമാലയും മെഴുകുതിരി കത്തിക്കലും പല ആചാരങ്ങളും കൂദാശകളും അങ്ങനെയൊക്കെയുള്ള വചനത്തിന് വിരോധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളുടെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക ആണല്ലോ, അപ്പം ആരും ഇങ്ങനെ കൺസൾട്ടേഷൻ ആണെന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ ഡോക്ടറെ വീടൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിലച്ഛൻ വന്ന് ഇങ്ങനെ കൂദാശ ഏതാണ്ടൊക്കെ ചെയ്യും, ഏതാണ്ട് ഇങ്ങനെ വെഞ്ചരിക്കുമെന്നോ ഏതാണ്ടൊക്കെ എനിക്കത്ര പരിചയമില്ലാത്ത കുറേ വാക്കുകളൊക്കെ പറഞ്ഞു. ഞാനൊരു നാമതേ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളരാത്ത ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് എനിക്കിങ്ങനെ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ വലിയ ഭാഷകൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ വെഞ്ചരിക്കും, ഏതാണ്ട് ഓരോ മുറികളിൽ തന്നെ. ഞാൻ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്, ഞങ്ങൾ സഭയായിട്ട് കൂടി വന്ന് കർത്താവിനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ ഞങ്ങൾ അവിടെ കൂട്ടായ്മ ആചരിക്കുക ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യാജ സംവിധാനം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കർത്താവ് വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ ബാബിലോണിന്റെ ന്യായവിധി നടക്കുന്നത്. കർത്താവ് വന്നതിന് ശേഷമാണ് യെഹൂദക്രിസ്തുവിന്റെയും ആ അർമ്മഗദോൻ യുദ്ധത്തിൽ കർത്താവ് ഒലിവുമലയിൽ കാലുകുത്തുന്നു. സക്രിയാവ് 14-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. ഒലിവുമലയിൽ കാലുകുത്തി അവിടെ അർമ്മഗദോൻ യുദ്ധത്തിൽ അവിടെ യെഹൂദക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യനിരയെയും ഇസ്രായേലിനെതിരായിട്ട് വന്ന വലിയ സൈന്യനിരയൊക്കെ കർത്താവ് അർമ്മഗദോൻ യുദ്ധത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാളുകൊണ്ട് വചനമാകുന്ന വാളുകൊണ്ട് കർത്താവ് അവരെ
നിഗ്രഹിക്കുകയും അങ്ങനെ കർത്താവിന്റെ രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ എതിർക്രിസ്തുവും ഈ 10 രാജാക്കന്മാരും ഒക്കെയാണ് ബാബിലോണിന് നേരെ തിരിഞ്ഞ് ബാബിലോണിനെ നാമാവശേഷമാക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ വെളിപ്പാട് ഇപ്പം 17-16 നമ്മൾ കണ്ടു. പിന്നെ 18-ാം അധ്യായത്തിന്റെ അവസാനത്തോളം വരുമ്പോഴും ആ ഒരു അവളുടെ ബാബിലോണിന്റെ അധപതനത്തെക്കുറിച്ച്, അവളുടെ പതനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അതിന്റെ അവസാനത്തെ വാക്കുകൾ 19 മുതലുള്ള വെളിപ്പാട് 18-ാം അധ്യായത്തിന് 19 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഈവൻ വെളിപ്പാട് 16-ാം അധ്യായത്തിൽ അവിടെ ക്രോധകലശങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പം 7 ക്രോധകലശങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്ന് അവിടെ ആ കൂട്ടത്തിൽ നമ്മൾ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ 17-ാമത്തെ വാക്യത്തിനെ കുറിച്ച് 17-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ ദൂതന്റെ ക്രോധകലശത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം 19-ാമത്തെ വാക്യത്തിൽ ഈ ബാബിലോണിനെ ദൈവം ഓർത്തു എന്നുള്ള കാര്യമൊക്കെ വെളിപ്പാട് 16-19 നമ്മൾ കണ്ടു. ഇനിയിപ്പം 18-ാം അധ്യായത്തിന്റെ 17-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യവും പിന്നെ ആ ബാബിലോണിനെ കുറിച്ചുള്ള ഒരു ദ 2 ബാബിലോൺസ് എന്ന് പറയുന്ന അലക്സാണ്ടർ ഹിസ്ലപ്പിന്റെ ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സാഗ്ബറിന്റെ ആദിമൂജ്യം പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മളത് വായിച്ചു. അത് എത്രമാത്രം ജാതിമായ ആചാരങ്ങളും ഈവൻ കുരിശ് വരയ്ക്കുന്നതൊക്കെ പോലും ടി എന്നുള്ള ഒരു ഷേപ്പ് ഈ കുരിശ് വരയ്ക്കുന്നതിന്റെ പിന്നിൽ, അതിന്റെ ഒറിജിന് പിന്നിലുള്ളത്, കുരിശ് വരയ്ക്കുന്നത് പോലും ആ ടി എന്ന് പറയുന്നത് തമ്മൂസിനെ കുറിക്കുന്നതാണ്. ആ ടി എഴുതുന്നത് ആ കുരിശ് വരയ്ക്കുന്നത് പോലെ പിന്നീട് അതായി തീർന്നതെന്നും, ആ ടി എന്ന് പറയുന്നത് തമ്മൂസിനെ കുറിക്കുന്നതും, ആ തമ്മൂസ് എന്ന് പറയുന്നത് സെമിരാമീസ് എന്ന് പറയുന്നത് നിമ്രോദായിരുന്നു ബാബിലോണിയൻ സാമ്രാജ്യം ആദ്യം സ്ഥാപിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും 11-ാം അധ്യായത്തിലൊക്കെയാണ് ആ നിമ്രോദ് തൻ്റെ ആദ്യത്തെ ബാബിലോൺ സാമ്രാജ്യത്തെ സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ വായിച്ച്, അതിനുശേഷം ബാബിൽ ഗോപുരം പണിയുന്നതൊക്കെ ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. നിമ്രോദിനെ ഹിസ്റ്ററി ചരിത്രപ്രകാരം നമ്മൾ വായിക്കുന്നു. നിമ്രോദിനെ കൊലപ്പെടുത്തുന്നത് ഷേമാണ്, നോഹയുടെ പുത്രനായ ഷേം. ഹാമിൽ നിന്നാണ് നിമ്രോദ് വരുന്നത് എന്ന് ഷേമാണ് നിമ്രോദിനെ നിഗ്രഹിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അതൊരുപക്ഷെ സൂപ്പർ നാച്ചുറലി അതീന്ദ്രിയമായിട്ട് ദൈവത്തിന്റെ ശക്തിയോടെ ആയിരിക്കണം. അതിനുശേഷം നിമ്രോദ് മരിച്ചതിന് ശേഷം സെമിരാമീസ് ആ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത്, സെമിരാമീസ് ഒരു ദുർമാർഗയായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് വേറൊരുവനിലൊരു കുഞ്ഞുണ്ടാവുകയും ആ ആൺകുഞ്ഞിനെ അത് നിമ്രോദ് പുനർജനിച്ചതാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ പേരാണ് തമ്മൂസ്. ആ തമ്മൂസിന്റെ ലോക്കൽ കനാന്യ പേരാണ് ബാൽ. ആ ബാലിനെയാണ് ഇസ്രായേൽ മക്കൾ ആരാധിക്കാൻ പോയപ്പോൾ കർത്താവ് വളരെ ശക്തിയോടെ അവരുടെ മേൽ ന്യായവിധി അഴിച്ചുവിടുന്നതും, ഏലിയാവിന്റെ സമയത്ത് നിങ്ങൾ ബാലിനെയാണോ ദൈവത്തെ യഹോവയാണോ സേവിക്കുന്നതെന്നൊക്കെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ചോദിക്കുന്നതൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം ആ തമ്മൂസ്, സെമിരാമീസ് ആൻഡ് തമ്മൂസാണ് അമ്മയും കുഞ്ഞും. അതായത് ആ മറിയം, യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം ജനിക്കുന്നതിനും 600ഓളം വർഷങ്ങൾക്ക് മുമ്പേ ക്വീൻ ഓഫ് ഹെവൻ, സ്വർഗീയ രാജ്ഞി എന്നും പറഞ്ഞുകൊണ്ട് എഹെസ്കേൽ 8:14 യെരമ്യാവ് 14:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ക്വീൻ ഓഫ് ഹെവൻ, സ്വർഗീയ രാജ്ഞിയായിട്ട് ഈ സെമിരാമീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയത്തെ കത്തോലിക്ക സഭ സ്വർഗീയ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുകയും മധ്യസ്ഥം വഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മ്ലേച്ഛതയാണ് അവർ പിന്തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മദർ മേരി ആൻഡ് ഇൻഫന്റ് ജീസസ് എന്നുള്ളത് അതെല്ലാം സെമിരാമീസും തമ്മൂസുമാണ്. അതിനെയാണ് അമ്മയും കുഞ്ഞിനെ ആരാധിക്കുന്ന സമ്പ്രദായം റോമില് യേശു കർത്താവിന്റെ വരവിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്. അതാണ് പിന്നീട് കത്തോലിക്ക സഭയും പിന്നീട് അതുപോലുള്ള ഓർത്തഡോക്സ് യാക്കോബ സഭകളും ഒക്കെ അതുപോലുള്ള വിഗ്രഹാരാധനയും കാര്യങ്ങളും ഒക്കെ ആക്കി തീർത്തത്. അതിനുശേഷം ആ ഒരു ഹാലോ എന്ന് പറയുന്നതൊക്കെ അവർ സൺ ഗോഡിനെ വർഷിപ്പ് ചെയ്തതിൻ്റെ ഒരു സൂര്യനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നതിൻ്റെ റോമൻ ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആളുകളുടെ പടങ്ങളുടെ ചുറ്റും ഒരു ഹേലോ ഒക്കെ അവർ വരച്ചിരുന്നത്. അതാണ് യേശുവിൻ്റെയും യോസഫിൻ്റെയും മറിയത്തിൻ്റെയൊക്കെ പടത്തിൽ അവർ ഹേലോ ആയിട്ടൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പല റോമൻ ദുരാചാരങ്ങളൊക്കെയാണ് ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ ഒരു മതത്തിന്റെ ദുരാത്മാക്കളുടെ ദുർഭൂതങ്ങളുടെ ചട്ടക്കൂടാക്കി മാറ്റി ആ ഒരു ബാബിലോണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വെളിപാട് 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. വെളിപാട് 18-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇപ്പം വേറെ
ജഗത് അത് വായിക്കുകയും സൈപ്പിനുണ്ടറിന്റെ അന്തിമവിജയം എന്നുള്ള പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ പാജിബേർ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുമല്ലോ. അധ്യായം 18 വാക്യം 1-2. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. 17-ാം അധ്യായം ബാബിലോണിനെ മതപരമായ വ്യവസ്ഥയെന്ന നിലയിൽ ചിത്രീകരിക്കുമ്പോൾ 18-ാം അധ്യായം അതിനെ ഒരു വാണിജ്യപരമായ വ്യവസ്ഥ എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. ഇവ അന്യോന്യം ചേർന്ന് പോകുന്നതാണ്. എങ്ങനെയാണ് ബാബിലോൺ ദുർഭൂതങ്ങളുടെ പാർപ്പിടം ആയി മാറിയത്? എങ്ങനെ ഈ ദുഷ്ടശക്തികൾക്ക് അവിടം കൈയടക്കാൻ കഴിഞ്ഞു? വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും വേണ്ട ഊന്നൽ നൽകാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. മഹത്വം, പദവി, സമൃദ്ധി എന്നിവയിലാണ് ഒരു സഭയുടെ ഊന്നലെങ്കിൽ അശുദ്ധാത്മാക്കൾ വളരെ വേഗം അവിടെ കൂട്ടം കൂടും. മറിച്ച് വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും പ്രാധാന്യം നൽകിയാൽ അതിവേഗം ദുഷ്ടശക്തികൾ അവിടെ വിട്ട് ഓടുന്നത് കാണാം. എന്നാൽ വിശുദ്ധിക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സഭയെ കണ്ടെത്തുക ഇന്ന് തുലവും ദുഷ്കരമാണ്. ഒരു സഭ ഇതിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയാൽ ഉടനെ അവർ പൂർണ്ണത പ്രസംഗിക്കുന്നവരാണെന്ന കുറ്റപ്പെടുത്തൽ ഉയരുകയായി. അത് കേട്ട് സഭാ നേതൃത്വം ഭയത്തോടെ പിന്തിരിയുകയും പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യും. മറുവശത്ത് യഥാർത്ഥ വിശുദ്ധിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ച സഭകളിൽ ചിലത് നിയമാനുസാരികളായ പരീശന്മാരെ കൊണ്ട് ഇന്ന് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അശുദ്ധാത്മാക്കൾ അവിടെയും ആവാസസ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ലോകമയത്വം, നിയമാനുസരണം എന്നീ രണ്ട് പരകോളികൾക്ക് എതിരെയും നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന് ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു കേൾക്കുകയും സൈക്ബറിന്റെ അന്തിമവിജയം പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു ചെറിയ 1-2 പാരഗ്രാഫ്സ് നമ്മൾ കേൾക്കുകയും ചെയ്തല്ലോ. വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇതാ നമ്മൾ വായിക്കുന്ന അനന്തരം ആഫ്റ്റർ ദീസ് തിങ്സ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ടുള്ള മതപരമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും മതപരമായിട്ടുള്ള ഒരു ആവരണമൊക്കെ ഉള്ള ഒരു ബാബിലോണിനെ കുറിച്ച് 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അവളുടെ ആ ഒരു മതം എന്നുള്ള പേരെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള അവളുടെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് നമ്മളത് വെളിപാട് 17-ന്റെ 2 17-ന്റെ മലയാളത്തില് 1-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 2-ാമത്തെ വാക്യത്തില് ഭൂമിയിലെ രാജാക്കന്മാരോട്, അതായത് ഭൂമിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായിട്ട്. അപ്പം ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്യുന്ന എന്ന ആ വേശ്യാവൃത്തിയുടെ മദ്യം കൊണ്ട് ഭൂവാസികളായിട്ടുള്ളവരെല്ലാം മത്തരാക്കി കളയുന്ന, അവരെല്ലാം അങ്ങ് മയക്കി കളയുന്ന, അതായത് രാഷ്ട്രീയ നേതൃത്വമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ ലോകമയത്വമാകുന്ന മദ്യത്താല് ഭൂവാസികളെ, സ്വർഗീയവാസികളായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വീണ്ടും ജന്മം പ്രാപിച്ച് വിശുദ്ധിയിലേക്ക് നടന്നു ചെയ്യുന്ന ദൈവമക്കളെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ അവള് ഭൂവാസികളെയൊക്കെ മതോന്മത്തരാക്കി വെള്ളത്തിന് മീതെ ഇരിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ വെള്ളം എന്താണെന്നൊക്കെ 15-ാമത്തെ വാക്യത്തിൽ അത് ആ ഒരു ലോക വ്യവസ്ഥ, വെള്ളം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ഒക്കെ ചേർന്നുള്ളതാണ് ഈ വെള്ളം, ജലം എന്ന് പറയുന്നത്. അതിൻ്റെ മേലെയാണ് മൃഗത്തിൻ്റെ മണ്ടകേറിയിരിക്കുന്ന ഈ സ്ത്രീയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പം അതിനുശേഷം ആ 17-ാം അധ്യായത്തിൽ നമ്മൾ ആ രാഷ്ട്രീയ കൂട്ടുകെട്ടും എല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവളുടെ ന്യായവിധിയും ഈ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് തന്നെ ദൈവം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ, സാധാ എല്ലാ ദൂതന്മാർക്കും ഒരേ അധികാരമല്ല എന്നാണ് നമ്മൾ കാണുന്നത്. വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ ഈ ദുഷ്ടാത്മസേനയെ കുറിച്ച് നമ്മളവിടെ
എഫേസർ 6:12 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ദൂതന്മാർക്കിടയിലും സെറാഫുകളെ കുറിച്ച് നമ്മൾ യെശയ്യാവ് 6-ാം വായിക്കുന്നുണ്ട്. കെരൂബുകളെ കുറിച്ച് എസെക്കിയേലിലും അല്ലെങ്കിൽ എഹെസ്കേലിലും പിന്നെ വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈവൻ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കെരൂബിനെ കുറിച്ച്, കെരൂബ് ജ്വലിക്കുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ ഉൽപ്പത്തി 3:24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദൂതന്മാരുടെ ഇടയിൽ, ദൈവദൂതന്മാരുടെ ഇടയിലുള്ള പല കാറ്റഗറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഇതിനു മുമ്പും കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, വെള്ളത്തിന്റെ മേൽ അധികാരമുള്ള ദൂതനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 14:18 നോക്കുവാണെങ്കിൽ അനദർ ഏഞ്ചൽ വൺ ഹു ഹാസ് ദ പവർ ഓഫ് ഫയർ എന്ന് വായിക്കുന്നുണ്ട്. 18-ാമത്തെ വാക്യം തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ എന്ന് വെളിപാട് 14:18 നമ്മൾ വായിച്ചു. പിന്നെ ഏഞ്ചൽ ഓഫ് ദ വാട്ടേഴ്സ് വെളിപാട് 16:5 ജലാധിപതിയായ ദൂതൻ എന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അവിടെ ആ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെയാണ്. അപ്പം പല ഓരോ മേഖലകൾക്ക് ഓരോരോ അധികാരങ്ങളായിട്ടൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ വലിയ വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല. കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. സോ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പൊ ഈ ഒരു വലിയ അധികാരമുള്ള മറ്റൊരു ദൂതനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ആ ദൂതനാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. 18-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ദ എർത്ത് വാസ് ഇല്യൂമിനേറ്റഡ് വിത്ത് ഹിസ് ഗ്ലോറി. അത്ര മഹത്വമുള്ള തേജസ്സുള്ള ഒരു ദൂതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി. വീണ്ടും പറയുന്ന ഫോളൻ വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് 2 തവണ പറയുന്നുണ്ട്. ഫോളൻ ഈസ് ബാബിലോൺ, മലയാളത്തിൽ വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. അവളെ കുറിച്ച് പറയുക, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളെ, കുറച്ച് അശുദ്ധാത്മാക്കളെ അല്ല, 1/3 ദൂതന്മാര് അശുദ്ധാത്മാക്കളായി തീർന്നതായിട്ട് നമ്മൾ വെളിപാട് 12:4 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ സകല അശുദ്ധാത്മാക്കൾക്കും അതിന് പാർപ്പിടമായിട്ട്, അതിനൊരു പ്ലേസ് ആയിട്ട്, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഡീമൺസ് ആൻഡ് എ പ്രിസൺ ഓഫ് എവരി അൺക്ലീൻ സ്പിരിറ്റ്, ആ അശുദ്ധാത്മാക്കളെയൊക്കെ ഒരു തടവിൽ എന്നവണ്ണം പാർപ്പിക്കുന്ന അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. പ്രിസൺ ഓഫ് എവരി അൺക്ലീൻ സ്പിരിറ്റ് ആൻഡ് എ പ്രിസൺ ഓഫ് എവരി അൺക്ലീൻ ആൻഡ് ഹേറ്റ്ഫുൾ ബേർഡ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഇത് ഈ വീണുപോയി എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മൾ യെശയ്യാവ് 13-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. യെശയ്യാവ് 13-ാം അധ്യായത്തിൽ അവിടെ അക്ഷരികമായിട്ടുള്ള ബാബിലോണിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ഈ വീണുപോയി എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം, അക്ഷരികമായിട്ടുള്ള ആ ഒരു ഇറാഖിലുള്ള സ്ഥലമാണ് ബാബിലോൺ. നമ്മളത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇപ്പോൾ ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനം ബാഗ്ദാദാണ്. ബാഗ്ദാദിന്റെ 50 മൈല് തെക്കായിട്ടാണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന നഗരമുള്ളത്. ഇപ്പോൾ നരകതുല്യമായെങ്കിൽ പോലും നഗരമായിട്ട് ഉണ്ടായിരുന്ന കാര്യം, നഗരം നരകം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാക്ക് തിരിഞ്ഞു പോകും. അപ്പൊ ബാബിലോൺ എന്നും ബാബേൽ എന്ന് പറഞ്ഞ 2 വാക്കുകൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ബാബേൽ എന്ന് വായിക്കുന്നു, പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ബാബിലോൺ എന്ന് വായിക്കുന്നു. യഥാർത്ഥത്തിൽ ബാബേൽ എന്ന് പറയുന്നത് എബ്രായ പദവും ബാബിലോൺ എന്ന് പറയുന്നത് ഗ്രീക്ക് പദവുമാണ്. അത്രയേ ഉള്ളൂ, 2 ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ബാബിലോണിനാണ് പേർഷ്യൻ രാജാവായ സൈറസ് ദ ഗ്രേറ്റ് ഒക്കെ കീഴടക്കിയതായിട്ടൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ വായിക്കുന്നത്. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ബാബിലോണിന്റെ മേലുള്ള വലിയൊരു ന്യായവിധി ഉണ്ടായതായിട്ടും ആ ബാബിലോണിന് എന്നേക്കുമായിട്ട് അൺഇൻഹാബിറ്റഡ് ആയിരിക്കും, അവിടെ ആൾപ്പാർപ്പുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ള ദൈവത്തിന്റെ ന്യായവിധി ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ആ ബാബിലോണിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയായിട്ട്, അതിനെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഒരുപാട് $1 മില്യൺ ഒക്കെ ചെലവഴിച്ചതായിട്ടൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന സദ്ദാം ഹുസൈൻ 2006 ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സദ്ദാം ഹുസൈൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സദ്ദാം ഹുസൈൻ ഒരുപാട് ബാബിലോണിനെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. സദ്ദാം ഹുസൈൻ തന്നെ മരണത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായിട്ടൊക്കെ 2006 അദ്ദേഹം മരണം അടഞ്ഞതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ TV-യിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബാബിലോണിനെ റിനോവേറ്റ് ചെയ്യാൻ നോക്കിയെന്ന്
അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഇപ്പം ഇല്ല എന്നുള്ളതാ നടന്നത്. അപ്പൊ അതുപോലെ ദൈവത്തിന്റെ ഒരു നിത്യമായിട്ടുള്ള ന്യായവിധി ആക്ഷരികമായ ബാബിലോണിന്റെ മേലെ ഉണ്ടായിരുന്നു എന്ന് ഇതിപ്പം ആലങ്കാരികമായിട്ട് ഈ ബാബിലോൺ എന്ന് പറയുന്നത് ഈ വ്യാജ മതത്തെക്കുറിച്ച്, ക്രിസ്തീയ മതത്തെക്കുറിച്ച്, വ്യാജമായിട്ടുള്ള ഈ ക്രിസ്തീയ മതത്തെക്കുറിച്ച് ഇതേ കാര്യം തന്നെ അവസാനം അന്തിമ ന്യായവിധിയുടെ ഇതേ കാര്യം തന്നെ ആലങ്കാരികമായ ബാബിലോണിനെ കുറിച്ചും, അതായത് വ്യാജമതമായിട്ടുള്ള ബാബിലോണിനെ കുറിച്ച് നടക്കും എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. നമ്മൾ യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 19 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബാബിലോൺ ദ ബ്യൂട്ടി ഓഫ് കിങ്ഡംസ്, രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയും മറിച്ച് കളഞ്ഞതുപോലെ ആയിത്തീരും. സൊദോമിനെയും ഗൊമോറയുടെ മേലുള്ള ആ ഒരു വലിയ ന്യായവിധിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവിടെ ഇപ്പോഴും ചാവുകടലായിട്ട് ഇന്നും അത് ചരിത്രത്തില് ഇന്നും ഭൂമിയിലെ ചാവുകടലായിട്ട് ആ ഭാഗമൊക്കെ ഡെഡ് സീ ആയിട്ടായിത്തീരുന്നു. ഇന്നും അവിടെ ജീവനില്ലാതെ അവിടെ ആ ഡെഡ് സീയിൽ ഇപ്പോഴും ജീവനില്ലാതെ ആയിരിക്കുന്നു. അപ്പൊ അതുപോലെ സൊദോമിനെയും ഗൊമോറയും പോലെ മറിച്ച് കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർക്ക് ഉണ്ടാവുകയില്ല. അതിനടുത്തായിട്ടൊക്കെ സദ്ദാം ഹുസൈന് വലിയ പാലസ് ഒക്കെ പണിതെങ്കിലും ആ ബാബിലോൺ അത് റിനോവേറ്റ് ചെയ്യാൻ പറ്റാതെ വണ്ണം അതിപ്പോഴും അതുപോലെ നമ്മൾ ബാബിലോൺ നൗ എന്നൊക്കെ പറഞ്ഞ ബാബിലോൺ പ്രസന്റ് കണ്ടീഷനൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഊഷരമായിട്ടുള്ള ആ ഒരു പടങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാനൊക്കെ. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ഡിസ്പ്ലേ എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് സാവകാശം കിട്ടില്ല. പിന്നീടാണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാം. അത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ അതിൽ ഒരു നാളും കുടിപ്പാർപ്പ് ഉണ്ടാവുകയില്ല. ഞാൻ വായിക്കുന്നത് യെശയ്യാവ് 13-ന്റെ 20-ാമത്തെ വാക്യം ഇപ്പം വായിക്കുന്നത്. തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല, അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അറബിക്കാരൻ, ആരബ്സ് നോർ വിൽ ദ ആരബ് പിച്ച് ഹിസ് ടെന്റ് ദേർ എന്ന് പറയുന്നുണ്ട്. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. ദൈവത്തിന്റെ വചനമൊക്കെ വളരെ അപ് ടു ഡേറ്റ് ആയിട്ടെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വായിച്ച ചില കാര്യങ്ങൾ അവിടെ പറയുക. ഇപ്പം നമ്മൾ ഈ ആത്മീയ ബാബിലോണായിട്ടുള്ള അല്ലെങ്കിൽ ആലങ്കാരികമായ അർത്ഥത്തിൽ ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വ്യാജമതത്തില് ദുർഭൂതങ്ങളുടെ തടവറയായി തീർന്നത് പോലെ തന്നെ ഈ 21-ാമത്തെ വാക്യം, അതായത് യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ മരുമൃഗങ്ങൾ, ഡെസേർട്ട് ക്രീച്ചേഴ്സ് അവിടെ കിടക്കും. they will lie down there. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. അതാണ് നമ്മള് ഫുൾ ഓഫ് ഔൾസ്. നമ്മൾ എവരി ഹേറ്റ്ഫുൾ ബേർഡ്, എവരി അൺക്ലീൻ ആൻഡ് ഹേറ്റ്ഫുൾ ബേർഡ് എന്നിപ്പം വെളിപാട് 18:2 നമ്മൾ കണ്ടു. അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അപ്പൊ അതിലൊരു പക്ഷിയാ മൂങ്ങ. അപ്പൊ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. അപ്പൊ ഒട്ടകപ്പക്ഷികളും മൂങ്ങയുടെയും കാര്യം വായിക്കുന്നു. പിന്നെ ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഷാഗി ഗോഡ്സ് എന്ന ഇംഗ്ലീഷിൽ NASB എഴുതിയിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ ഭൂതങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എബ്രായ വാക്ക് നോക്കി. എബ്രായ വാക്കിൽ സൈർ എന്ന് പറഞ്ഞൊരു പദമാണ്. അപ്പം സൈർ എന്നുള്ള ആ പദത്തിന്റെ അത് അക്ഷരികമായിട്ടുള്ള അർത്ഥം ഹി ഗോട്ട്, അതായത് ആണാടുകളെ കുറിച്ച്, ഹെയറി ഗോട്ട്സ്, ഒത്തിരി രോമാവൃതമായിട്ടുള്ള ആടുകളെ കുറിക്കുന്നതാണ്. എന്നാൽ മേ റെഫർ ടു എ ഡീമൺ പൊസസ്ഡ് ഗോട്ട് ലൈക്ക് ദ സ്വൈൻ ഓഫ് ഗദരദേശത്തെ പന്നികളുടെ മേലെ ഭൂതങ്ങൾ ആവശിച്ചതുപോലെ ഭൂതാത്മാവുള്ള ഇതുപോലുള്ള ആണാടുകളെ കുറിക്കുന്നതായിട്ടും ആ വാക്ക് ഉപയോഗിക്കാമെന്നാണ് ഈ സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ സൈർ എന്നുള്ള ആ എബ്രായ പദത്തെക്കുറിച്ച് വായിക്കുന്നത്. അവിടെ അതുകൊണ്ടാണ് മലയാളത്തിൽ അത് ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഇംഗ്ലീഷിൽ ഷാഗി ഗോഡ്സ്. ആ ഷാഗി ഗോഡ്സിനുള്ളിൽ പന്നികളുടെ ഉള്ളിൽ ഭൂതാത്മാക്കളെ കർത്താവ് അയച്ചെന്ന് പറഞ്ഞതുപോലെ ഈ മൃഗങ്ങളുടെ ഉള്ളിലും ആ ഭൂതാത്മാക്കൾ ഉള്ള മൃഗങ്ങൾ അവിടെ നൃത്തം ചെയ്യുന്നതിനെ കുറിക്കുന്നതാകാം ബാബിലോൺ. അവിടെ നമ്മളിപ്പോൾ എന്തായാലും നമ്മളാരും അവിടെ പോയി നോക്കാൻ പോകുന്നില്ല. എന്തായാലും അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. വെളിപാട് 13-ന്റെ 21-ാമത്തെ വാക്യം. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിന്റെ കാലം ദീർഘിച്ചു പോവുകയില്ല. അപ്പം വലിയ ഹാങ്ങിങ് ഗാർഡൻസ് ഒക്കെ ഉള്ള, ലോകത്തിലെ വലിയ മഹാത്ഭുതമായിട്ടുള്ള ഹാങ്ങിങ് ഗാർഡൻസ് ഒക്കെ ഉള്ള ബാബിലോണിന്റെ ആ ഒരു ശോചനീയ അവസ്ഥയിലോട്ട്, അത് ദൈവത്തിനെതിരായിട്ടുള്ള ആ ഒരു ജാതീയമായ മത്സരത്തെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് അക്ഷരികമായിട്ട് നടന്നു കഴിഞ്ഞു. ഈ സൈറസ് രാജാവ്, പേർഷ്യൻ രാജാവായിട്ട് സൈറസ് ഒക്കെയാണ് ബാബിലോണിനെ കോൺക്വർ ചെയ്തതും. അതിനുശേഷം ബാബിലോണിന്റെ ആ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ആയിരിക്കുന്നു. അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി സദ്ദാം ഹുസൈനൊക്കെ നോക്കിയെങ്കിലും സദ്ദാം ഹുസൈൻ തന്നെ നാമാവശേഷമായി പോയി എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പിന്നെ 21-ാം അധ്യായത്തിലും, യെശയ്യാവ് 21-ാം അധ്യായത്തിലും
21 അധ്യായത്തിന്റെ 9ാമത്തെ വാക്യമാണ് നമ്മളിപ്പം ഒരു കൊട്ടേഷൻ മാതിരി ഇവിടെ വായിച്ച്. വെളിപാട് 21:9 അവിടെ വീണുപോയി എന്ന് നമ്മൾ കൂടെ ബാബിലോണിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് ശരിക്കും യെശയ്യാവിന്റെ പുസ്തകത്തിൽ 21 അധ്യായം 9ാമത്തെ വാക്യത്തിൽ യെശയ്യാവ് ദർശനത്തില് അവർ പ്രവചനാത്മാവിൽ എഴുതിയ കാര്യം, ദർശനത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവചനാത്മാവിൽ എഴുതിയ കാര്യം ആണ് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ വെളിപാട് 18:2 നമ്മളത് വായിച്ചു. ഈവൻ ഇതിനു മുമ്പ് നമ്മൾ ബാബിലോൺ ദ ഗ്രേറ്റ് വീണുപോയി എന്നും പറഞ്ഞുകൊണ്ട് വെളിപാട് 16 അധ്യായത്തിന്റെ അവസാനവും നമ്മൾ 16 അധ്യായത്തിലല്ല 14 അധ്യായത്തിലും ആ ഒരു ബാബിലോണിനെ കുറിച്ച്, അതെ 14:8 വെളിപാട് 14:8 വീണുപോയി, തന്റെ ദുർനടപ്പിനെ ക്രോധമത്തിന് സകല ജാതികളെയും കുടിപ്പിച്ച് മഹതിയാം ബാബിലോൺ വീണുപോയി. ആ ഫോളൻ ഈസ് ബാബിലോൺ എന്നുള്ള അത് യെശയ്യാവ് 21:9 എന്നുള്ളൊരു കൊട്ടേഷനാ. അത് നമ്മൾ ഇവിടെ ഇപ്പം വെളിപാട് 14:8 നമ്മൾ വായിച്ചു, 18:2 വായിച്ചു. പിന്നെ ഇപ്പം അത് എവിടുന്ന ആ കൊട്ടേഷൻ വന്നേന്നുള്ളത് നമ്മളിപ്പം ഇവിടുന്ന വായിച്ചേ. യെശയ്യാവ് 21:9 നമ്മൾ വായിച്ചത്. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു, വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാരും വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇന്നും വ്യാജ മതമായിട്ടുള്ള ക്രിസ്തീയതയിൽ, വ്യാജ ക്രിസ്തീയ മതത്തിൽ ഒത്തിരി പുണ്യവാളന്മാരുടെയും ഒത്തിരി വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയൊക്കെ തിമിർത്ത് വാഴുന്ന ഒരു ബാബിലോണാണ് കത്തോലിക്ക സഭയും അതിൽ നിന്ന് വേർപെട്ട് വന്ന ഒരുപാട് സഭകൾ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധി അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു എന്നുള്ളതിൻ്റെ അത് പഴയ നിയമത്തിലേ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ യെശയ്യാവ് 34 അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ 34 അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യത്തിലും ഇതേപോലൊരു കാര്യം നമ്മൾ യെശയ്യാവ് 34:10-11 വാക്യങ്ങളിലും ഇതുപോലെ വേഴാമ്പലും മുള്ളം പന്നിയും മൂങ്ങയും മലങ്കാക്കി അതിൽ പാർക്കും എന്നൊക്കെ പറഞ്ഞ് അത് ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ രാവും പകലും അത് കിടക്കുകയില്ല, അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും, തലമുറയായി അത് ശൂന്യമായി കിടക്കും, ഒരുത്തിനും ഒരു നാളും അതിൽ കൂടെ കടന്നു പോവുകയില്ല. വേഴാമ്പലും മുള്ളംപന്നിയും അതിനെ കൈവശമാക്കും, മൂങ്ങിയും മലങ്ങാക്കിയും, അതാ ഹേറ്റ്ഫുൾ ബേർഡ്, അശുദ്ധിയും അറപ്പമുള്ള സകല പക്ഷി എന്ന് പറയുന്നതിനകത്ത് ഈ മൂങ്ങിയും മലങ്കാക്കിയും എന്നൊക്കെ ഔൾ ആൻഡ് റാവൻ അതിൽ പാർക്കും, അവൻ അതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകെട്ടിയും പിടിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതും ഈ ബാബേലിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ യെശയ്യാവ് 34:10-11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് ഒരു ഉപമ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. മത്തായി 13 അധ്യായത്തില് സകല അറപ്പമുള്ള സകല പക്ഷികളും തടവുമായി തീർന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അതിന്റെ ഒരു റെഫറൻസ് മത്തായി 13 അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുമ്പം കടുകുമണിയുടെ ഒരു ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. കടുകുമണിയുടെ ഉപമ നമ്മൾ പലപ്പോഴും പലരും അത് ഏറ്റവും വലിയ വൃക്ഷമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതെന്തോ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത്. എന്നാൽ നമ്മൾ അതിൻ്റെ ദാനിയേലിലെ റെഫറൻസുമായിട്ടെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമായിട്ട് കർത്താവിൻ്റെ ഒരു വാർണിംഗ് ആയിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ കാണുന്നത്. മത്തായി 13 അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിൽ ഇട്ടു, അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. കടുകുമണി കൂടി വന്ന ഒരു 11 അടി ഉയരത്തിലേക്കൊക്കെ പോവുള്ളൂ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുന്നത്. എന്നാൽ ഇത് എല്ലാ വൃക്ഷത്തിലും വലുതായി തീർന്നു പറയുമ്പം ദൈവം ആഗ്രഹിക്കുന്നതിലും അധികമായിട്ടുള്ളൊരു വലിപ്പം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് ഗ്രോത്ത്. മനുഷ്യരുടെ മുമ്പാകെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്ത ആൾക്കാരെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി അങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ കൂട്ടി വലിയൊരു മെഗാ ചർച്ചയായിട്ട് മാറുന്നു. അപ്പോൾ സസ്യങ്ങളിൽ ഏറ്റവും വലുതായി എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. കടുകുമണി വളർന്നു വന്നാൽ കടുകിന്റെ ചെടി സസ്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു മരമൊന്നും ആയി തീരുന്നതല്ല. പക്ഷെ ഇതിപ്പം സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തുന്നു. അപ്പം ആ സ്വർഗരാജ്യം ദൈവം ആഗ്രഹിക്കുന്ന ഒരളവില് കൂടാതെ ഒരു മനുഷ്യരുടെ മുമ്പാകെ ഉള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ്
കണക്ക് കാണിപ്പിക്കാൻ വേണ്ടി വലിയൊരു മെഗാ സംവിധാനമായി തീരുന്നു. അപ്പൊ എന്താ പറ്റുന്നത്? ആകാശത്തിലെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ബേർഡ്സ് ഓഫ് ദ എയർ കം ആൻഡ് നെസ്റ്റ് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ 4-ാം അധ്യായത്തിന്റെ 12-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ ദാനിയേലിന് ഇതുപോലൊരു ദർശനം ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ സകല പക്ഷികളും വന്ന് ചേക്കേറുന്ന ഒരു വൃക്ഷത്തിന്റെ ഒരു ദർശനം ദാനിയേലിന് ഉണ്ടാകുന്നതായിട്ട് ദാനിയേൽ 4-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ 4:12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ, അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു, എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു, കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴിൽ തണൽ ഇളച്ചു വന്നു, ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു, സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു വന്നു. ആകാശത്തിലെ പക്ഷികളെ കുറിച്ച് അവിടെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ആകാശത്തിലെ പറവുകൾ കർത്താവ് ഇതേ മത്തായി 13-ാം അധ്യായത്തിൽ ഇത് ആകാശത്തിലെ പക്ഷികൾ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പേ ആകാശത്തിലെ പക്ഷികൾ ഭൂതാത്മാക്കൾ ഒന്ന് വചനം കുത്തി തിന്നുന്നതാണ് ആകാശത്തിലെ പക്ഷികൾ എന്ന് കർത്താവ് അതിന് തൊട്ട് മുമ്പേ കർത്താവ് തന്നെ ആ ആകാശത്തിലെ പക്ഷികൾ എന്നുള്ള ആ ഒരു ഉപമ, അത് വിതയ്ക്കുന്നവന്റെ ഉപമയിൽ കർത്താവ് അത് പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അത് ഭൂതാത്മാക്കളെ കുറിക്കുന്നതായിട്ടാണ് ആകാശത്തിലെ പക്ഷികൾ എന്നുള്ള കാര്യം കർത്താവ് തന്നെ അവിടെ പറയുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ദാനിയേൽ 4:12 ഇപ്പൊ നമ്മൾ വായിച്ചു. അതിന്റെ 21-ാമത്തെ വാക്യത്തിലും അതിന്റെ ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷൻ രാജാവേ എന്ന് പറഞ്ഞ് ഭൂമിയുടെ അതിന്റെ ആധിപത്യത്തെ കുറിച്ചൊക്കെ അത് പിന്നെ നമ്മൾ താഴോട്ടത് വായിക്കുന്നത്. ആ വൃക്ഷത്തെ വെട്ടിക്കളയുക, അതിന്റെ മേലുള്ള ന്യായവിധിയെ കുറിച്ചൊക്കെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം അത് ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ട് വന്ന വലിയൊരു വൃക്ഷത്തെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ബാബിലോണിനെ കുറിച്ച് നമ്മളിപ്പം അശുദ്ധാത്മാക്കളുടെ നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലെ ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്ന ആ ഒരു വാണിജ്യ സംവിധാനമായി തീർന്ന, വാണിജ്യപരമായ വ്യവസ്ഥയായി തീർന്ന ബാബിലോണിനെ കുറിച്ച് പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യവും അതിന്റെ എക്സ്പ്ലനേഷനും ഇപ്പം ജഗതർപ്പം വായിക്കുമല്ലോ. വെളിപാട് 18-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം അതിന്റെ എക്സ്പ്ലനേഷനും. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ബാബിലോണിലൂടെ ഭൂമിയിലെ വ്യാപാരികൾ സമ്പന്നരാകുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം നോക്കുക. ക്രിസ്മസ് കാലത്ത് കാർഡുകളും സമ്മാനങ്ങളുമായി എത്ര കോടി രൂപയും ഡോളറുമാണ് ലോകമെങ്ങും ചെലവഴിക്കുന്നത്. എല്ലാം യേശുവിന്റെ പേരിലാണ്. ക്രിസ്തുവിന്റെ ജന്മദിനാഘോഷവും എല്ലാ വർഷവും വലിയ വ്യാപാരത്തിനുള്ള അവസരം ആക്കി മാറ്റിയിരിക്കുന്നു. ക്രിസ്മസ് കാലത്ത് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും സാന്താക്ലോസുമായി ചങ്ങാത്തത്തിലാണ്. ഇതെല്ലാം തീർത്തും ബാബിലോന്യമാണ്. സത്യത്തിൽ ഈ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് സൂര്യദേവന്റെ ജന്മദിനമാണ്. ദക്ഷിണായനം കഴിഞ്ഞ് സൂര്യൻ വടക്കോട്ട് നീങ്ങുന്ന മകര സംക്രമം ഡിസംബർ 25 അടുത്താണ്. ഉത്തരാർദ്ധ ഗോളത്തിൽ ഈ ദിവസത്തിന് ശേഷം പകലിന് നീളം കൂടും. അതുകൊണ്ട് പല നൂറ്റാണ്ടുകളായി ഡിസംബർ 25 സൂര്യദേവന്റെ ജന്മനാളായി ആഘോഷിക്കാറുണ്ടായിരുന്നു. യൂറോപ്പിലെ ജാതികൾ ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ അവർ ഈ ദിനത്തെ യേശുവിന്റെ ജന്മദിനമായി ചിത്രീകരിച്ചു. ആഘോഷം തുടർന്നു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ലോകമെങ്ങുമുള്ള ബിസിനസ്സുകാർക്ക് ഇത് പണം കൊയ്യുവാനുള്ള നല്ല ഒരവസരം ആയി മാറിയിരിക്കുന്നു. നമ്മളിപ്പം വെളിപാട് 18-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യവും അതിന്റെ ആ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ നമ്മളിപ്പം കണ്ടു. അവിടെ 3-ാമത്തെ വാക്യത്തില് all the nations have drunk of the wine of the passion. അത് നമ്മളിവിടെ വായിക്കുന്നത് സകല ജാതികളും കുടിച്ചു. എന്താ കുടിച്ചു? അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ, അത് രാഷ്ട്രീയക്കാര്, അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ആ ഒരു പുളപ്പ് എന്നുള്ള വാക്ക് സെൻസ്വാലിറ്റി എന്നുള്ളൊരു വാക്കായിട്ട് ഇംഗ്ലീഷിൽ NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രെനോസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വാക്കാണ്. അവിടെ
ലക്ഷറി, ഈഗർ ഡിസയർ, എക്സസീവ് സ്ട്രെങ്ത്, ഡെലിക്കസി എന്നൊക്കെയാ അത് ഡെലിക്കസി എന്നാണ് KJV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭൂമിയിലെ വ്യാപാരികൾ ഈ ബാബിലോണിനെ കൊണ്ട് സമ്പന്നരായി തീർന്ന ഒരു കാര്യം. അതുകൊണ്ട് ബാബിലോണിന്റെ ഒരു ന്യായവിധി വരുമ്പോഴത്തേക്കും ഭൂമിയിലെ വ്യാപാരികൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. ബാബിലോണിനുള്ള സ്നേഹം കൊണ്ടല്ല, ബാബിലോണിനെ ഉപയോഗിച്ച്, ഈ വ്യാജ ക്രിസ്തീയതയെ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു വ്യാപാരികൾ. അപ്പം എന്ത് ബിസിനസ്സാണെന്നുള്ള കാര്യം ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ക്രിസ്മസ് എന്നുള്ള പേരിൽ, ഈസ്റ്റർ എന്നുള്ള പേരിലും, എസ്പെഷ്യലി ക്രിസ്മസ് എന്നുള്ള പേരിലും ഒക്കെ എന്തെല്ലാം സാന്താക്ലോസ്, സാന്ത എന്നുള്ള വാക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട സൈറ്റൻ ആകുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത് ജാതീയമായ ഒരു കാര്യമാണ്. ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ സാന്താക്ലോസിന്റെ റോളും കാര്യങ്ങളും ഒക്കെ കണ്ട ഇത് സാന്താക്ലോസിന്റെ ജന്മദിനമാണോ എന്ന് കുഞ്ഞുങ്ങൾ സംശയിച്ച കുറ്റപ്പെടുത്താനില്ല. എന്ന് വെച്ചാൽ സാന്താക്ലോസ് ആണ് എന്തോ ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് പല ക്രിസ്മസ് ആഘോഷങ്ങളിലും ഉള്ളത്. ഞാനവിടെ CMC വെല്ലൂരായിരുന്ന സമയത്ത് അവിടെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ക്രിസ്മസ് പ്രോഗ്രാം ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ അത് കർത്താവിനെ ഉയർത്താനും കർത്താവിന്റെ സുവിശേഷം എങ്ങനെയെങ്കിലും എത്തിക്കാനും നമ്മൾ ആ അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് മുതലെടുക്കണം, അത് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ അവരുടെ ആ ജാതീയമായ ആചാരങ്ങളിലോ അതിൻ്റെതായ ഒരു കാര്യങ്ങളിലോ ഒന്നും നമ്മൾ പങ്കെടുക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു ദൈവമകൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അവിടെ ക്രിസ്മസ് പ്രോഗ്രാമിന് എത്തുന്നവരെല്ലാം ഈ സാന്താക്ലോസിന്റെ തൊപ്പിയും കൂടെ ധരിച്ചുകൊണ്ട്, പ്രൊഫസേഴ്സ് എല്ലാം ഉൾപ്പെടെ എല്ലാവരും ഈ സാന്താക്ലോസിന്റെ തൊപ്പിയും കൂടെ ധരിക്കണം അതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. എന്ന് ഞാനും സ്ത്രീകളെ അവിടെ ഞങ്ങളൊരു പാട്ട് ഞാനവിടെ വെല്ലൂരായിരുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് വലിയ പാട്ടൊന്നും പാടാൻ അറിയത്തില്ലെങ്കിലും അത് മുമ്പ് തന്നെ ഞാൻ ബാക്കിയുള്ള സഹോദരങ്ങളോട് ചേർന്നൊരു പാട്ട് പാടുമായിരുന്നു. പിന്നെ വിവാഹ പങ്കാളിയായിട്ട് ഭാര്യയായിട്ട് സ്ത്രീകളെ കിട്ടിയതിനു ശേഷം പിന്നെ ഞാനും സ്ത്രീകളെയും ഒരു പാട്ട് അവിടെ CMC വെല്ലൂരും അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രിയിലും പിന്നെ കരിഗിരിയിലായിരുന്ന സമയത്തും ഒക്കെ ആ ക്രിസ്മസ് പ്രോഗ്രാം ഞങ്ങളൊരു പാട്ട് മലയാളത്തിലോ തമിഴിലോ ഏതെങ്കിലും ഒരു കർത്താവിനെ ഉയർത്തുന്ന ഒരു പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു. ക്രിസ്മസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാട്ടായിരിക്കും പാടുന്നത്. എന്ന് വെച്ചാൽ അത് കർത്താവിന്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ളൊരു പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരുന്നവരെല്ലാം അവിടെ ആ എൻട്രൻസിന് തന്നെ ഈ സാന്താക്ലോസിന്റെ തൊപ്പിയും കൂടി ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനിത് ധരിക്കത്തില്ല. അങ്ങനെ വെച്ചാല് ഞാനത് ബിക്കോസ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു വല്ലാത്ത ഒരു കാര്യങ്ങൾ, അതിന്റെ ആ ഒരു ജാതീയതയെ കുറിച്ചൊക്കെ ദൈവം അന്ന് തന്നെ ദൈവം സഹായിച്ച് ഈ അന്തിമവിജയം പുസ്തകവും അതുപോലുള്ള ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെയും വിജാതീയമായ ഒറിജിനെ കുറിച്ചൊക്കെയുള്ള സാഗ്ബാന്റെ ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് അത് വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതൊക്കെ എത്രമാത്രം ക്ലേശകരമായിട്ടുള്ള ഇത് അറിയാതെ നിഷ്കളങ്കരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇതൊന്നും അറിയാതെ ഇതിന്റെ പിന്നിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അവരെ ആരെയും കല്ലെറിയാനില്ല, കുറച്ച് എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ലോകമയത്വവും അതിൻ്റെതായ ഒരു ബാബിലോണിയൻ സ്പിരിറ്റും ഉള്ളത് വിവേചനം ഇല്ലാത്തവര് അവർക്കത് ചെയ്യാം. അവർക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് ദൈവം അവരോട് ചോദിക്കത്തുള്ളൂ. എന്നാൽ വിവേചനം ഉള്ള നമുക്ക് അതിനെക്കുറിച്ചൊരു വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീകളെയും പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് വേണ്ട, ഇത് ഇല്ലാതെ അങ്ങോട്ട് കയറിയാലേ ഞങ്ങളെ അങ്ങനെയാണെങ്കിൽ കയറ്റി വിട്ടാൽ മതി. പക്ഷെ അത് ഞങ്ങൾ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ ദൈവം സഹായിച്ച് ഞാനൊരു സ്റ്റാൻഡ് എടുത്ത സ്റ്റാൻഡാന്നുള്ള കാര്യം എൻ്റെ PGSനും ബാക്കിയുള്ളവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മളെ ഇതുപോലെ പ്രലോഭിപ്പിക്കാനും നോക്കത്തില്ലെന്ന് അറിയാം. ബാക്കി പ്രൊഫസേഴ്സും കാര്യങ്ങളും അവരെല്ലാവരും ഈ ക്ലൗൺസിനെ പോലെ ഈ എന്താ പറയുക ക്ലൗൺ തൊപ്പി മാതിരി സാന്താക്ലോസിന്റെ തൊപ്പി ഇട്ടുകൊണ്ട് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ദൈവം സഹായിച്ച് ഈ ഒരു തൊപ്പിയൊന്നും ഇടാതെ അവിടെ ചെന്ന് പാട്ട് പാടുകയും സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് വരികയൊക്കെ ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം അത് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ പാട്ടിന് കീബോർഡ് വായിക്കാൻ വേണ്ടി നമ്മുടെ ചർച്ചിൽ ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോന് MBBS ഒക്കെ കഴിഞ്ഞ് വലിയ ആളായി. അപ്പൊ അന്ന് ഒരു കൊച്ചു പയ്യൻ, അപ്പൊ ആ മോനും വന്നിട്ടുണ്ടായിരുന്നു, ജെറി എന്ന പേര്. അപ്പൊ ജെറിയോട് ഞങ്ങൾ പറഞ്ഞു, ഈ ഒരു ഇതിന്റെ ക്ലൗൺ തൊപ്പിയൊക്കെ തരം ഇട്ട് പോയേക്കരുത്. ജെറി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ ക്ലൗൺ തൊപ്പിയൊന്നും ഇടാതെ അന്ന് ഞങ്ങൾക്ക് വേണ്ടി കീബോർഡ് വായിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇരിക്കും ഇതൊക്കെ ഒരു ചെറിയ കാര്യം, ഇതിലൊക്കെ എന്തോ വലിയ കാര്യം എന്തോ ഇരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ ഏറ്റവും ചെറിയ കൽപ്പനകള് പ്രമാണിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്ന
ഇത് ചെറിയൊരു കാര്യം ശരിയായി. ഇപ്പൊ ഈ സാന്താക്ലോസ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ്മെന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാം. എന്നാൽ സാന്താക്ലോസ് എന്ന് പറയുന്നത് അത് ഒരു ബാബിലോണിന്റെ ആചാരമാണെന്ന് മനസ്സിലാക്കുകയും അത് അങ്ങനെയുള്ള കാര്യങ്ങളോടെല്ലാം നമ്മൾ വലിയൊരു അകലം പാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ശരിയാ കർത്താവിന്റെ ഒരു ചെറിയ കൽപ്പനയാ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ എടുക്കാം. ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്നുള്ളൊരു കാര്യം. എന്നാൽ മത്തായി 5:19 വാക്യത്തിൽ ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ നമുക്ക് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വെച്ചാൽ കർത്താവിന്റെ കാന്തയാ അവിടെ വലിയവളായിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ചെറിയവരായിട്ട് ക്ഷണിക്കപ്പെട്ടവരൊക്കെ, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരൊക്കെ കഷ്ടിച്ച് മുഷ്ടിച്ചു അങ്ങ് എത്തുന്ന ഒരു 30-60 മീനിങ് ഫലമുള്ളവരൊക്കെ അവിടെ കഷ്ടിച്ച് മുഷ്ടിച്ചു ഒക്കെ അങ്ങ് എത്തുമായിരിക്കും. അവർ സ്വർഗരാജ്യത്തിൽ ചെറിയവരായിട്ട് അവിടെ ഇരിക്കും. അപ്പൊ നമുക്ക് ദൈവമുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ വലിയവരാകാനല്ല, മറിച്ച് ദൈവത്തിന് മുമ്പാകെ നമ്മൾ വിലയുള്ളവരായിട്ട് ഇന്നും കാണപ്പെടാനാണോ നമ്മളുടെ ആഗ്രഹം? അതോ നമ്മൾ അവരെന്ത് വിചാരിക്കുകയോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തും, അവരെന്നെ റിലീജിയസ് ഫനാറ്റിക് എന്നോ അല്ലെങ്കിൽ മതഭ്രാന്തെന്നോ, ഇവനെ എന്തോ ഭയങ്കര എക്സ്ട്രീമിസ്റ്റാ, അല്ലെങ്കിൽ ഭയങ്കര ജാടയാ, അല്ലെങ്കിൽ ഈഗോയാ, പ്രൈഡാന്നൊക്കെ അവർ ചിലപ്പം പറയുമായിരിക്കും. അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർ പറയാതിരുന്നോട്ടെ, നമുക്കൊന്നും പ്രശ്നമില്ല എന്ന്. ഇങ്ങനെയുള്ള ജാതീയമായ കാര്യങ്ങളോട് ഈ ക്രിസ്മസും അതുപോലെയൊക്കെയുള്ള അതിൻ്റെതായ ഓഫ്കോഴ്സ് അങ്ങനെയുള്ള അവസരങ്ങൾ ഓഫ്കോഴ്സ് നമുക്ക് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് കർത്താവിനെ കുറിച്ച് പറയാനോ പാടാനോ എന്തെങ്കിലും സുവിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനോ വചനം പങ്കുവെക്കാനോ ഓഫ്കോഴ്സ് ഈ ഒരു ക്രിസ്മസും ഈസ്റ്ററിൻ്റെ ഒക്കെ ആ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ സെക്യുലർ ചില ബാച്ച് ഗ്രൂപ്പ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വചനമൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കർത്താവ് ഒരിക്കലും December 25 ആയിരുന്നില്ല ജനിച്ചത്. അത് സൂര്യദേവന്റെ പിറന്നാളായിട്ട് ആണ് കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പം വായിച്ചതേ ഉള്ളൂ. കർത്താവ് ഒരുപക്ഷെ കർത്താവിൻ്റെ 33.5 വർഷക്കാലം എന്ന് പറയുമ്പോൾ March-April കാലയളവിലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെങ്കിലും 33 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ സാക്ബറിൻ്റെ ആ ലേഖനത്തിൽ തന്നെ എന്തോ ഒരു September-October കാലയളവിലോ മറ്റോ ആയിരിക്കാം കർത്താവ് ജനിച്ചത് എന്നുള്ള ഒരു കാര്യം നമ്മളവിടെ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ ബർത്ത്ഡേ ഒന്നും നമുക്ക് വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ആദിമസഭയിൽ നിന്ന് ആഘോഷിച്ചിട്ടില്ലാത്തതുകൊണ്ടും നമ്മളത് ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ സഭയായിട്ട് നമ്മളതൊന്നും ആഘോഷിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ എന്താ പറയുന്നത്, അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിനെ ഉയർത്താനും കർത്താവിനെ കുറിച്ച് പറയാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ ഇതിന് പിന്നിലുള്ള ജാതീയമായ ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അത് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ അത് കൂടുതൽ വലിയൊരു സാക്ഷ്യമായിരിക്കും. അത് പലരും വർഷങ്ങൾക്ക് ശേഷം അത് ഓർക്കുമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അന്ന് സന്ദീപ് അങ്ങനെ അത് ചെയ്തില്ലല്ലോ, ചിലപ്പോൾ അതിനെന്തെങ്കിലും കാരണം കാണും എന്ന് അവർ പിന്നീട് ചിന്തിച്ച് അവർ ആരെങ്കിലും സത്യം അന്വേഷിച്ച് ഒരു സത്യത്തിലേക്ക് വരുവാണെങ്കിൽ അതിന് ദൈവത്തിന് മഹത്വം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഭൂമിയിലെ വ്യാപാരികൾ ക്രിസ്മസ് കാർഡും ബാക്കി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കോടികളുടെ ഡോളറുകളുടെ ബിസിനസ്സായിട്ട്, അത് മാത്രമല്ല ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ സമയത്ത് ഒത്തിരി മദ്യവ്യാപാരമൊക്കെ നടത്തുന്നത്, മദ്യവ്യാപാരം ഏറ്റവും അധികമായിട്ട് നടക്കുന്നത് കുടിച്ചു കൂത്താടി എത്രയോ കുടുംബങ്ങൾക്ക് കണ്ണീരും പ്രശ്നങ്ങളും എന്തെല്ലാം അപകടങ്ങളും എന്തെല്ലാം അക്രമങ്ങളും ഒക്കെയാ ഈ ഒരു മദ്യസൽക്കാരത്തിൻ്റെ പേരിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ദൈവമക്കളായിട്ട് നമ്മൾ എത്രയധികം വിട്ടു നിൽക്കണം, എത്ര വലിയൊരു സ്റ്റാൻഡ് നമ്മളതിനായിട്ട് എടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൂര്യദേവന്റെ ജന്മദിനം എന്നൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു. ദക്ഷിണായനം കഴിഞ്ഞ് ആ ഒരു വിന്റർ സോൾസ്റ്റിസ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇംഗ്ലീഷിലും വായിക്കുന്നുണ്ട്. വിന്റർ സോൾസ്റ്റിസ് എന്നുള്ളൊരു കാര്യം, അതായത് ദക്ഷിണായനം കഴിഞ്ഞ് നമ്മളത് ഇപ്പം ബുക്കിൽ വായിച്ചതേ ഉള്ളൂ. ദക്ഷിണായനം കഴിഞ്ഞ് സൂര്യൻ വടക്കോട്ട് നീങ്ങുന്ന മകരസംക്രമ സമയം December 25 അടുത്ത് വരുന്നൊരു കാര്യവും. അപ്പോൾ അത് ഏറ്റവും പകൽ സമയത്തിന് ഏറ്റവും നീളം കൂടുതലായതുകൊണ്ട് സൂര്യദേവന്റെ ജന്മനാളായിട്ട് ആഘോഷിക്കുന്നത് യൂറോപ്പിലെ ജാതികൾ. പിന്നീട് ഈ സൂര്യദേവനെ അവർ സൂര്യദേവനായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാമധേയ ക്രിസ്ത്യാനികളായിട്ട് മാറിയപ്പോൾ അത് യേശുവിന് ജന്മദിനമായി ചിത്രീകരിച്ച് ആഘോഷം തുടർന്നാലേ ബിസിനസ് പിന്നെ നടക്കത്തുള്ളൂ. ഇപ്പം വ്യാപാരികൾക്ക് ബിസിനസ് കളയാൻ കഴിയപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ പേരിലാക്കി ഈ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ ഈ വ്യാപാരികളും ഇവളുടെ പുളപ്പ് കൊണ്ടെന്നുള്ളത് നമ്മളിപ്പം വായിച്ചു. അതായത് ഇവളുടെ സെൻസ്വാലിറ്റി കൊണ്ട്, ആ ഒരു ലോകമയത്വം കൊണ്ട് വെളിപാട് 18
മൂന്നാമത്തെ വാക്യത്തിൽ ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ അധികത്തിൽ സമ്പന്നരാകുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു. ഇനിയിപ്പം 4-5 വാക്യങ്ങളും കൂടെ വായിക്കുന്നവർ 4-5 വാക്യങ്ങളും കൂടെ വായിച്ച് നമുക്ക് അതും കൂടെ ചിന്തിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വാക്യം പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുഞ്ഞിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ബാബിലോന്യ സംവിധാനത്തിന്റെ ദുഷിപ്പിൽ തന്റെ കുഞ്ഞുങ്ങളിൽ ചിലർ അകപ്പെട്ടു പോയാൽ അത് ദൈവത്തിന് എത്ര വലിയ സങ്കടമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള വിളി, എന്റെ ജനമേ, അവളിൽ നിന്ന് പുറപ്പെട്ട് പോരുവിൻ എന്നാണ്. നിങ്ങൾ എന്റെ ജനമാണ്. ഈ ദുഷിച്ച സംവിധാനത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയുവാൻ സാധിക്കും? അവളിൽ നിന്ന് ഉടനെ വേർവിട്ടു പോരുക. അങ്ങനെ അവളുടെ പാപത്തിൽ നിങ്ങൾ ഓഹരിക്കാരാകാതിരിക്കട്ടെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് ഉള്ള ശിക്ഷാവിധിയിൽ പങ്കുകാരായി തീരും എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനുള്ള വേദന നിങ്ങൾ കാണുന്നുണ്ടോ? നിർമ്മലത ഇല്ലാതെ മതം, ദൈവവചനത്തിന്റെ സ്ഥാനത്ത് ആചാരങ്ങൾ എന്നിവയുള്ള ഏത് സംവിധാനത്തിൽ നിന്നും പുറപ്പെട്ടു പോരുന്നവരാണ് ഓരോ വിശ്വാസിക്കുമുള്ള വിളി. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കുവാൻ എല്ലാവർക്കും ചെവിയില്ല, എന്നാൽ കേൾപ്പാൻ ചെവിയുള്ളവർക്ക് കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, ഒരു വലിയ ശബ്ദം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. വെളിപാട് 18:4. അപ്പം 1-ാമത്തെ വാക്യത്തിൽ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ പറയുന്നത് വായിക്കുന്നു, മഹതിയൻ ബാബിലോൺ വീണുപോയി. ഇപ്പം 4-ാമത്തെ വാക്യത്തിൽ വേറൊരു ശബ്ദം കേൾക്കുന്നു, സ്വർഗത്തിൽ നിന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ എന്ന് പറഞ്ഞ അവർ ദൈവപിതാവിന്റെ കർത്താവിന്റെ ശബ്ദമാണ്. എന്താ? എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ, ബാബിലോണിന്റെ പാപങ്ങളിൽ ബാബിലോണിന്റെ പാപങ്ങളിൽ, ബാബിലോണിന്റെ വേശ്യാപുത്രിമാരുടെ പാപങ്ങളിൽ, ബാബിലോണിന്റെ പാപങ്ങളിൽ തന്നെ ബാബിലോണിന്റെ വേശ്യാപുത്രിമാർ, അവള് വേശ്യകളുടെ മാതാവാണെന്ന വെളിപാട് 17:5 നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ മാതാവിനുള്ള വേശ്യാപുത്രിമാരുണ്ട്. ഇതേ സ്വഭാവത്തിൽ ലോകത്തിന് പിന്നാലെ യേശുവിന്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയും മനുഷ്യമാനം തേടുകയൊക്കെ ചെയ്തിട്ട് ഇതൊരു ആ ഒരു മതം ഒരു ജീവിതമാർഗമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു അപജയമാണ്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ പൈസ സമ്പാദിക്കണമെന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞ് പൈസ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ബാബിലോണാണ്. അത് ത്രൂ ആൻഡ് ത്രൂ ബാബിലോണാണ്. അപ്പൊ ആ ബാബിലോണിന്റെ കാര്യം എന്താ? നമ്മൾ ബാബിലോണിന്റെ അതിന്റെ വേശ്യാപുത്രിമാര് എന്ന് പറയുമ്പോൾ അതേ റോമൻ കത്തോലിക്ക സഭയുടെ അത്രയും വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ലായിരിക്കുന്ന പുത്രിമാരും വലിയ മോശമൊന്നുമല്ല, ലോകത്തിന് പിന്നാലെ തന്നെ അടിപ്പാടി പോകുന്ന ആ ഒരു ഇന്ന് വേർപെട്ട സഭകളെന്ന് പറയുന്ന എത്രയോ കൂട്ടങ്ങളിൽ പോലും നാമതേയ പാരമ്പര്യ സഭകളും വേർപെട്ട സഭകളും ഒക്കെ അതിൻ്റെ ആ ഒരു ലീഡർഷിപ്പിലുള്ള കറപ്ഷനും പണത്തിൻ്റെ കാര്യത്തിലുള്ള കറപ്ഷൻ, പല ടാക്സ് വെട്ടിപ്പിൻ്റെ കാര്യത്തിലുള്ള കറപ്ഷൻ, ബാക്കി പലവിധമായിട്ടുള്ള കള്ളത്തരത്തിലുള്ള കള്ളപ്പണവും അങ്ങനെയൊക്കെയുള്ള പലതിൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറേ ട്രസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കുറേ കടലാസിലുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കർത്താവിൻ്റെ പേരിൽ ചെയ്യും. കർത്താവിൻ്റെ പേരിൽ ഉള്ള പൈസ സമ്പാദിച്ച് സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്യുന്ന ബാബിലോണിൻ്റെ പുത്രിമാരെയൊക്കെ യൂട്യൂബിലും സോക്കോൾഡ് ക്രിസ്ത്യൻ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ധാരാളം ഈ ബാബിലോണിയ പുത്രിമാരെയൊക്കെ നമുക്ക് കാണാനൊക്കെ നമുക്ക് കണ്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനൊക്കെ, അല്ലെങ്കിൽ നമ്മളതെല്ലാം കേട്ട് വാവിളിച്ചിരിക്കും, അവരും ദൈവവചനം അല്ലേ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ, വെളിപാട് 18-ാമത്തെ വാക്യത്തിൽ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവർ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതിരിക്കണമെങ്കിൽ നീ അവളെ വിട്ടു പോരണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഒരു വീട് തകർന്ന് വീഴാൻ പോവുക. അപ്പൊ അത് നിങ്ങളുടെ മണ്ടയ്ക്കും തലമണ്ടയ്ക്കും വന്ന് വീഴുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഈ ബാബിലോൺ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോവുക. അവളുടെ മേലുള്ള ശിക്ഷാവിധിയിൽ നിങ്ങളും കൂട്ടാളികളാകാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും
എന്ന് പറയുക. അവളുടെ പാപങ്ങൾ കൂട്ടാളികളാകാതെ അവളുടെ ബാധകളിൽ, അവളുടെ മേലെ വലിയ ബാധകളെ ദൈവം അയക്കുവാണ്. റിസീവ് ഓഫ് ഹർ പ്ലേഗ്സ്, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവിൻ. കം ഔട്ട് ഓഫ് ഹർ, അവളെ വിട്ടുപോരുവിൻ. അവളെ ഇനി നവീകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ലീഡർഷിപ്പ് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ, നമുക്ക് ഒരു സഭയുടെ ലീഡർഷിപ്പ് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അധികാരങ്ങളിൽ അവര് ദൈവവചന പ്രകാരമല്ല, അവർ ലോകത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അവർ പണത്തിന്റെ വഴിയിൽ, ലോകത്തിന്റെ വഴിയിൽ, മനുഷ്യമാനത്തിന്റെ വഴിയിൽ അവർ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ലീഡർഷിപ്പിനെ നമ്മൾ നവീകരിക്കാൻ ഒരിക്കലും നോക്കിയിട്ട് കാര്യമില്ല. മറിച്ച് നമുക്ക് അവരെ ലുക്കപ്പ് ചെയ്യാൻ, ഒരു ആത്മീയാധികാരമായിട്ട് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് റിബല്യൻ ഉണ്ടാക്കുക, അവിടെ ഇരുന്ന് മത്സരം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് വിട്ടുപോകുന്ന ദൈവം നമുക്ക് കാണിച്ചു തരുന്ന അതൊരു ആത്മീയാധികാരത്തെ നമുക്ക് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ദൈവജന പ്രകാരമുള്ള സഭാകൂടിവരുകളിലേക്ക് നമ്മൾ വന്നു ചേരുക എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അത് അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. സിൻസ് ഹാവ് പൈൽഡ് അപ്പ് as high as heaven. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ആ ദൈവം ഓർത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ 16-ാം അധ്യായത്തിലും നമ്മളത് വായിച്ചു. 16-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യത്തിലും മഹാബാബിലോണിന് ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ഇവിടെയും ദൈവം ഓർത്തതായിട്ട് ദൈവം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് വളരെ കൃത്യമായിട്ടുള്ള ന്യായവിധി നടത്തുന്നതായിട്ടൊക്കെ നമ്മളിവിടെയും കാണുന്നുണ്ട്. അതിൻ്റെ ലീഡർഷിപ്പ് ഇസ്രായേലിലെ പാളയം കറപ്റ്റഡ് ആയപ്പോൾ മോശ എന്താ പറഞ്ഞ, പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് ദൈവത്തിന്റെ പക്ഷമുള്ളവരെ ചേർന്ന് വരുമെന്നും പറഞ്ഞതായിട്ട് നമ്മുടെ വായിക്കുന്നു. പാളയം കറപ്റ്റഡ് ആയപ്പോൾ പിന്നെ പാളയത്തെ ശുദ്ധീകരിക്കാൻ നിൽക്കുന്നത് വ്യർത്ഥമാണെന്നുള്ളൊരു കാര്യം, ആ ഒരു ജ്ഞാനം ദൈവം മോശയ്ക്ക് കൊടുത്തിട്ട് മോശ എന്താ പറയുന്നത്, അവിടെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നു. ആ ലേവ്യരാണ്, ലേവ്യർക്കാണ് ദൈവം പിന്നെ പുരോഹിത വൃത്തി കൊടുക്കുന്നതായിട്ട് അതിൻ്റെ ഒരു അപ്രീസിയേഷനായിട്ട്, അഭിനന്ദനമായിട്ട് പുരോഹിത വൃത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇന്നും പാളയം, മതപരമായ ഒരു പാളയമുണ്ട്, ലൗകികമായ പാളയമുണ്ട്, വേൾഡ്ലി റിലീജിയസ് ക്യാമ്പ്സ് എല്ലാം ഉണ്ട്. ആ പാളയം വിട്ടാണ്, പാളയത്തിന് പുറത്താണ് എരുസലേമിലെ ആ മതപരമായ പാളയത്തിന് വെളിയിൽ ചെന്നാണ്, പാളയത്തിന് പുറത്താണ് കർത്താവ് നിന്ന സഹിച്ചുകൊണ്ട് അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഇന്നും കർത്താവിൻ്റെ കാന്തയും എന്താ ചെയ്യണ്ടേ, നിന്ന് സഹിച്ചുകൊണ്ട് ഈ ലൗകികമായ പാളയമുണ്ട്, വേൾഡ്ലി ഫ്രണ്ട്സിന്റെ ഒരു പാളയമുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു പാളയമുണ്ട്. ആ പാളയങ്ങളെല്ലാം വിട്ട് നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ നിന്നുണ്ട്. കർത്താവ് നിന്ന് സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് പോയി നിന്ന് സഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എബ്രായർ 13:13 നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ ഒരു നിന്നയുണ്ട്. ഇവര് എന്തോ ഭയങ്കര എക്സ്ട്രീമിസ്റ്റുകളാണ്, ഇവരെന്തോ വലിയ ഇതാണ് അതാണ് എന്നൊക്കെ പറയും. എന്നാൽ അങ്ങനെ നിന്ന് സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ കാന്തയായിട്ട് ആയിത്തീരുവാൻ സാധിക്കുന്നത്. നമുക്കും ദൈവം ആ കാര്യങ്ങളെ കുറിച്ച് കേൾപ്പാൻ ഒരു ചെവി, അതുപോലെ തന്നെ വിവേചിക്കുവാനും നമ്മൾ ദൈവം സഹായിച്ച് നമ്മളായിരിക്കുന്ന സഭയിലായിരിക്കുമ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വേർപാട് നമുക്ക് ബാക്കിയുള്ള സഭയിലുള്ള സഹോദരങ്ങളെല്ലാം നമ്മൾ സ്നേഹിക്കുന്നു. അവരുടെ ആ ഒരു ആത്മീയ നിലവാരം അനുസരിച്ച് നമുക്ക് അവരോട് കൂട്ടായ്മയാകാം. എന്നാൽ നമുക്ക് പല കാര്യങ്ങളിലും അവരോട് ഒത്തുചേർന്ന് പോകാൻ സാധിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്താ, പണത്തിൻ്റെ കാര്യത്തിലും ബാക്കി സഭയിൽ നൽകുന്ന ഊന്നലിൻ്റെ കാര്യത്തിലും ഒക്കെ ഒത്തിരി കാര്യങ്ങളിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും ഉപദേശ വിഷയങ്ങളുടെ കാര്യത്തിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു വേർപാടിനെ കുറിച്ചൊക്കെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അത് വിവാഹബന്ധത്തിനുള്ള ബന്ധത്തിലും ഇതുപോലുള്ള ക്ലോസ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച്, യോക്കിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ചും എല്ലാം അത് സത്യമാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ഞാൻ 2 കൊരിന്ത്യർ 6:15 വായിക്കുന്നത്. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന് ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ നവീകരിക്കാൻ നോക്കണമെന്നില്ല, അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ സർവശക്തൻ എന്നുള്ള പാൻഡാക്രറ്റോർ എന്നുള്ള
ആ ഗ്രീക്ക് വാക്ക് വെളിപാട് പുസ്തകത്തിൽ 9 തവണയും പറഞ്ഞിരിക്കുന്നത്, ഒരു തവണ പുതിയ നിയമത്തിലെ ബാക്കി ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 2 കൊരിന്ത്യർ 6:18 വാക്യത്തിലാണ്. അതായത് ഈ ബാബിലോണിൽ നിന്ന് ഇനി വേർപെട്ട് വരാന് ശരിക്കും സർവശക്തനായ ദൈവത്തിന്റെ വിളി ശബ്ദം കേട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ സർവശക്തനായ ദൈവം സീസ് ദി ലോർഡ് ഓൾമൈറ്റി. അങ്ങനെയാണെങ്കിൽ therefore അപ്പോ എന്ത് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ 7-ന്റെ 1-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 7-ന്റെ 1 നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിലെ സകല കൽമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുള്ള. അതാണ് കാന്തയുടെ പണി. വേർപെട്ട് വരുന്നു, ഈ ബാബിലോണിൽ നിന്നെല്ലാം ഒന്നും തൊടാതെ ഇനി വേർപെട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ പിൻപറ്റി വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി നമ്മൾ ഓട്ടം ഓടുന്നു. അതാ കാന്തയായിട്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്ക് കർത്താവിനെ നോക്കാം, കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, ഈ കാര്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങളെ മറ്റുള്ളവരെ വിധിക്കുവാനോ കർത്താവെ ആരെയും പുച്ഛിച്ച് തള്ളുവാനോ അല്ല, മറിച്ച് വിവേചിക്കുവാനും കർത്താവെ അത് സത്യത്തിന്റെ പരിജ്ഞാനത്തോടെ, കർത്താവ് വിവേചനത്തിന്റെ ആത്മാവോടെ, ആ ഒരു ജ്ഞാനത്തോടെ കാര്യങ്ങളെ കാണുവാനും കർത്താവ് ഒരു മുന്നറിയിപ്പ് സ്വീകരിക്കുവാനും കർത്താവെ ഞങ്ങള് ബാബിലോണിന്റെ ആത്മാവിനെതിരെ എത്ര കർക്കശമായ നിലപാട് ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ഞങ്ങളുടെ ഓരോ ഇടപാടുകളിലും ഒക്കെ ആയിരിക്കണം എന്നുള്ള കാര്യം അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വിവേചനം തരണം. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കർത്താവ് ആ ലോകമയത്വത്തിൽ നിന്ന് മാറി പരിശുദ്ധത്തിലേക്കും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കർത്താവ് ആ നിയമാനുസരികളെ പോലെ ഒരു പരീക്ഷന്മാരുടെ ആ ഒരു അതും ആകാനുള്ള സാധ്യതയുണ്ട്. കർത്താവ് ഞങ്ങൾ അങ്ങനെയുള്ള പല ആ എക്സ്ട്രീംസിലോട്ട് പോകാതെ കർത്താവിലേക്ക് നോക്കി കർത്താവിനെ തന്നെ പിൻപറ്റുവാനും എല്ലാവരെയും സ്നേഹിപ്പാനും കർത്താവെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. സ്നേഹത്തോടെ എന്ന കാർക്കശ്യത്തോടെ അവിടത്തേക്ക് വേണ്ടി കർത്താവ് കൃപയോ സത്യം നിറഞ്ഞവനായ യേശുവിനെ പോലെ കൃപയോടെ എന്ന സത്യത്തിന്റെ തൂണും ആധാരമാകുന്ന സഭയുടെ ഭാഗമായിട്ട് കർത്താവെ അവിടുത്തെ കാന്തയായിട്ട് ഒരുക്കപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു വലിയ ബോധ്യവും വെളിപ്പാടും നിലപാടും ഒക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തോട് കർത്താവെ ഒത്തവേഷം ധരിച്ച് ലോകത്തോട് അനുരൂപരായിട്ട് ലോകക്കാരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കാതെ അവരെന്ത് പറയും ഇവരെന്ത് പറയുന്ന ആലോചിക്കാതെ കർത്താവെ അങ്ങ് എന്ത് പറയുന്നുള്ള കാര്യം ചിന്തിച്ച് കേട്ട് മുമ്പോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണം. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി വീഴ്ചകളെ ക്ഷമിക്കണം. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ മുഖപ്രകാശത്തിൽ ഞങ്ങളെ വഴി നടത്തണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.